ഹായ് ഗായ്സ്, അപ്പം നമ്മളിന്ന് നാട്ടിലേക്ക് പോവാണ്. എന്നാൽ ഫസ്റ്റ് തന്നെ ഡ്രസ്സ് മാറ്റണം. അങ്ങനെ നമുക്കിത് നേരെ മൈസൂരേക്ക് പോകണം ഫസ്റ്റ്. എന്നിട്ട് അവിടുന്ന് പിന്നെ നേരെ നാട്ടിലേക്ക്. മൈസൂർ പോലെ ആൻറ്റീൻ്റെ വീടുണ്ട്, നമുക്ക് ഫസ്റ്റ് അവിടെ പോകാം. ഇതൊക്കെയാണ് നമുക്ക് ഈ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ഈസിൻ്റെ പ്ലേ മാറ്റ്, ഈസിൻ്റെ പമ്പേഴ്സ്, നമ്മുടെ ഡ്രസ്സ്, ലാപ്ടോപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകേണ്ടത് ഇതിനെയാണ്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകും. ഒരാഴ്ചത്തേക്ക് പോകണമെങ്കിലും ഒരു ലോഡ് സാധനം എടുത്തിട്ട് നമ്മൾ ഇറങ്ങാം. ഒരു ഇടയാണെങ്കിൽ അതാണ് നമ്മൾ പ്രത്യേകത. ഫസ്റ്റ് നമുക്കൊന്ന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടിയിലുള്ള യൂസിൻ്റെ സ്ട്രോളർ നമുക്ക് മാറ്റണം. ഇവിടുന്ന് സ്ട്രോളർ മാറ്റിയിട്ട് ബാക്കിലേക്ക് മാറ്റണം. എന്നാൽ മാത്രം നമുക്ക് ഡിക്കിയിൽ സാധനങ്ങൾ വെക്കാൻ പറ്റും. അതിന് നമുക്ക് ഫസ്റ്റ് സീറ്റ് മുമ്പോട്ടാക്കണം. പിന്നെ ലൈറ്റ് ഇട്ടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രോളർ വെക്കേണ്ട ഏരിയ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഈ നമ്മുടെ കാർ സീറ്ററിന് മുകളിൽ വരുന്നതുകൊണ്ട് മേലോട്ട് ആയി പോവില്ല, നല്ല സ്ലാൻഡായിട്ട് കറക്റ്റായിട്ട് തന്നെ നിൽക്കും. പിന്നെ ഇതിങ്ങനെ ബാക്കോട്ട് ഫ്രണ്ടിലേക്ക് വരുമില്ല. ഓക്കെ, ഈ നാട്ടിലേക്ക് പോകേണ്ട എക്സൈറ്റ്മെൻറ്റ് അല്ലേ ഈസ? നമ്മൾ നേരെ നാട്ടിൽ പോകുന്നു, നല്ല സെറ്റായി. ഇനി നമുക്ക് നേരെ നാട്ടിലേക്ക് വിടാം. പൂജയുണ്ട്, ഈശ്വരൻ കാണിച്ചെടുത്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാറിൽ കാറ്റടിക്കണം, പിന്നെ പെട്രോൾ അടിക്കണം, എന്നിട്ട് നേരെ മൈസൂരിലേക്ക്. ഇന്ന് നമ്മൾ മൈസൂരിലേക്ക് നിൽക്കാനാണ്. കാരണം EU ഉള്ളതുകൊണ്ട് നമ്മളധികം ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ പോയില്ല. ഫസ്റ്റ് ഒന്ന് മൈസൂർ പോയി, ഇന്ന് അവിടെ നിൽക്കും, എന്നിട്ട് അവിടെ നിന്ന് നാളെ രാവിലെ നേരെ നാട്ടിലേക്ക്. ഹലോ പൂജ, മൈസൂർ ഇവിടെ ആൻറ്റിയൊക്കെ ഉണ്ട്. പെട്രോൾ അടിച്ചു, ഇനി നേരെ നമുക്ക് എയർ അടിക്കാം. എയർ അടിച്ചിട്ട് നേരെ വിടാം. ഇപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ എയർ അടിക്കാൻ വരെ തിരക്ക്. ഓക്കെ, എന്താ ചെയ്യാം. നമ്മളിപ്പം വിട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ 6:15. ഇപ്പം വിട്ട് നമ്മൾ എത്ര മണിക്ക് എത്താന്ന് EU ഉള്ളതുകൊണ്ട് നമ്മൾ മെല്ലെ പോകണ്ട. ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ എടുക്കേണ്ടത് നമ്മൾ 2-2.5 മണിക്കൂർ എടുക്കായിരിക്കും വിചാരിക്കുന്നു. നോക്കാം. നമ്മളിപ്പോൾ നൈസ് റോഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പോകേണ്ടത് മൈസൂരാണ്. മാപ്പിൽ ഇതിൽ ഓൾറെഡി നമ്മുടെ ആൻറ്റിൻ്റെ വീട്ടിലേക്കുള്ള സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് കയറണം. സ്റ്റാർട്ട് ഗൈഡൻസ് 9:15 നമ്മൾ എത്തുകയെന്ന് പറയുന്നത്. കാരണം പിന്നെ ഇപ്പോൾ നല്ല മഴയും പെയ്തിട്ട് 9:15 എത്തുമോ അല്ലെങ്കിൽ 10 മണിക്ക് എത്തുമെന്ന് തമ്മിലാണ്. അപ്പോൾ അവിടെ നിന്ന് കാണാം. ഇത് പറഞ്ഞാൽ നല്ല മഴയാണ്, കണ്ണും കൂടെ കാണാത്ത മഴയാണ്. നമ്മളിവിടെ നൈസ് റോഡ് കേറിയിട്ടുണ്ട്, അപ്പോഴത്തേക്കാണ് നല്ല മഴ തുടങ്ങി. നമുക്ക് മെല്ലെ 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 പോവാം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ മൈസൂർ റോഡിലെത്തി. ഇവിടെ പക്ഷേങ്കിൽ ഇപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിലേ ഓടിക്കാൻ പറ്റുള്ളൂ. അതിനെ മേലെ പോയി ഫൈൻ അടിക്കുന്നൊക്കെയാണ് പറയുന്നത്.
നമ്മൾ മൈസൂർ എത്തി. ഇനി ഇവിടെ നിന്നൊരു 9 കിലോമീറ്ററും കൂടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻറ്റിൻ്റെ വീട്ടിലെത്തും. In 300 meters, take the third exit at the roundabout. അങ്ങനെ മൈസൂർ എത്തി. ഈ യൂസ് ഫുള്ള് സെറ്റായി കളിക്കാനൊക്കെ തുടങ്ങി. നമ്മൾ രാവിലെ എവിടെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, നാട്ടിലേക്ക്. നമ്മളൊരു 4 മണിയാകുമ്പോഴേക്കൊക്കെ എണീച്ച് റെഡിയായി ഈസിനെ സെറ്റ് ചെയ്തു. എന്നിട്ട് മെല്ലെ നാട്ടിലേക്കുള്ള എല്ലാം പാക്ക് ചെയ്തു. ഇവിടുന്ന് മൈസൂരിൽ നിന്ന് കുറച്ച് സാധനം എടുക്കാണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് സെറ്റായി. മൈസൂരിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി. 4 മണിക്ക് ഇറങ്ങാന്ന് വെച്ചതാകുമ്പോൾ ഈസിനും ഉറങ്ങാം, നമുക്കും സെറ്റായിട്ട് അങ്ങെത്താം. ഈസ് ഉറങ്ങിയോന്ന് ചോദിച്ചാൽ ഈസ് ഇപ്പോൾ എണീച്ചിട്ടുണ്ടല്ലോ. ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാനുള്ള തത്രപ്പാടിലാണ്. പിന്നെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ റോഡൊക്കെ ഫുള്ള് കാലിയായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു മിനിമം സ്പീഡിലും നല്ല അങ്ങ് വിട്ടു. നാട്ടിലേക്ക് എത്തുന്നതിനടുപ്പിച്ച് മഴയും വന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ കൂർഗ് ആ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയും കോടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അബദ്ധമായിട്ടുണ്ട്. റോഡ് പണി തുടങ്ങണമെന്ന് തോന്നുന്നുണ്ട്. ജില്ലയൊക്കെ ഇട്ടിട്ടുണ്ട് സൈഡിൽ. ജില്ലയല്ല, മറ്റല്ല അല്ല, ഇനി മെറ്റൽസ് അങ്ങനെ എന്തോ പറയും. നല്ല അബദ്ധാണ്. കുലുങ്ങി കുലുങ്ങി പണ്ടാരാണ്. നല്ല കോടയുണ്ട്. അതെ, കുറച്ച് മഴയുണ്ട്. ഇപ്പോൾ നാട്ടിൽ എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ല, നോക്കാം. 8:30 കാണിക്കണേ, നമുക്ക് നോക്കാം. പക്ഷെ പ്രത്യേകിച്ച് ഇപ്പോൾ ചുരമൊക്കെ ഫുള്ള് ഇതായതുകൊണ്ട് മെല്ലെയാണ് ഇറക്കുന്നത്. കാരണം ഈ യൂസ് ഇപ്പോൾ ഉറങ്ങാം. പുള്ളി എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനല്ല ഇങ്ങനെ തന്നെ മെല്ലെ ഉറങ്ങിക്കൊണ്ട് തന്നെ നിർത്താമെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം. എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രക്കോ ബുദ്ധായ റോഡാണിപ്പോൾ. അതിൻ്റെ ഇടയിൽ ഇവരെന്തോ ചളി വിട്ടിട്ടുണ്ട്. ചളിയും കുഴിയും. ഇത് റോഡാണോ അതോ കാടാണോ എന്നാണ് സംശയം. കുറേ നേരം കാറിലിരുന്നപ്പോൾ നടു നിവർത്താൻ വേണ്ടിയിട്ട് യൂസിനെ നമ്മൾ മേശമേൽ കിടത്തിയത്. അലീസ നമ്മൾ 2 വെള്ളയപ്പം ചായ പറഞ്ഞിട്ടുണ്ട്. ഈസേ ഏ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലിപ്പോൾ പിള്ളേരെല്ലാവരും ഉണ്ട്, ഏച്ചിയുടെ മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ യൂസ് എങ്ങനെ അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരെയും കണ്ടപ്പോൾ. കാരണം നമ്മൾ ബാംഗ്ലൂരിൽ ആകെ ഞാനും പൂജയും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദവിന് വേണ്ടിയിട്ടൊരു റിമോട്ട് കാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും
ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈസിനിപ്പോൾ ഈച്ചിൻ്റെ മക്കൾക്ക് ഇപ്പോൾ ഈസിനെ കണ്ടപ്പോൾ സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അതിലാണുള്ളത്. അവർക്ക് നല്ല തൊട്ട വെക്കുക, ഉമ്മ വെച്ച് വെക്കുക, അതിൻ്റെ ഇടയിലൊന്ന് ഒരടി കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ മുട്ട് കുത്തലല്ല, മുട്ട് തുള്ളൽ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം ചുറ്റും പിള്ളേരും ഒച്ചപ്പാടും പരിപാടിയൊക്കെ ആയിരുന്നു ഫുള്ള് വീട്ടിൽ. അപ്പം ഞാനും അതിൻ്റെ ഇടയിൽ ഇരുന്ന് കുറച്ച് എൻജോയ് ചെയ്തു. മൂക്ക് പിടിക്കാൻ തന്നെയായിട്ട് അങ്ങനെ മൂക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത്. മൂക്കിനെ പ്രണയിച്ചേ അതിന് മുട്ടി നടക്കുന്നത്. രാധ പെട്ടല്ലോ. അതൊരു ഉമ്മ കൊടുത്താ അപ്പോൾ അത്രയ്ക്കുള്ളൂ. താങ്ക് യു.